ഹലോ ഗായ്സ്, നാനോ റെസ്റ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഗെയിമായിട്ടാണ്. ഈ ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ അങ്ങനെ എന്തോ ആണ്. അത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും നടത്തുവാണ്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു സ്റ്റോറും കാര്യങ്ങളും നടത്തുവാണ്. അപ്പം ആ സ്റ്റോറിൽ നമ്മളാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഗെയിമാണ് അപ്പം ഇപ്പം നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റോറും കാര്യങ്ങളൊക്കെ. അപ്പം പരിസരമൊക്കെ ഒരുമാതിരി വൃത്തിയായി കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറിൻ്റെ പേര്. നമ്മൾ ഓൾറെഡി പേരൊക്കെ ഇട്ടു കേട്ടോ. വന്നപ്പോൾ കുറച്ച് ട്യൂട്ടോറിയലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടു. അപ്പം ക്ലോസ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒക്കെ അപ്പം ഈ ബോക്സിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് വന്നപ്പോൾ ബോക്സും കാര്യങ്ങളും കിട്ടി. ഈ ബോക്സിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെക്കണം ഗൈസ്. ഇങ്ങനെ വെക്കണം ഗൈസ്. ഓക്കെ എല്ലാം വെക്കുന്നുണ്ട്. തിരിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ ഗൈസ്. ഓക്കെ ബോക്സിലേക്ക് തന്നെ തിരിച്ചു വെക്കാനൊക്കെ പറ്റും. ഓക്കെ ഇവിടെ ഇനി അടുത്ത സാധനം വെക്കണം. പക്ഷേ ഈ ഒന്നേ ഉള്ളൂ ഇവിടെ വെക്കാൻ. ഇവിടെ വേറെ ഒന്നും ഇല്ല വെക്കാൻ. അപ്പോൾ ഈ ഒരു പെട്ടി നമുക്ക് കൊണ്ടുപോയിട്ട് കളയണം ഗൈസ്. പെട്ടി ഇവിടെ കൊണ്ട് കളയും. ഇതൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഈ BC ലെവൽ 3 അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ പെട്ടി ഞാൻ ഇവിടെയാണ് ഗൈസ് ഇടുന്നത്. കണ്ടോ, ഇടും. ഓക്കെ അപ്പം നമുക്ക് സ്റ്റോറിലേക്ക് കയറാം ഗൈസ്. ഓക്കെ ഓപ്പൺ ആക്കാം. ഓക്കെ രാത്രിയാണോ രാവിലെയാണോ പിടിയും കിട്ടുന്നില്ല. ഓക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ അടിപൊളി ഗൈസ്. ഒരാൾ വരുന്നുണ്ടെന്ന് തോന്നി. ഓക്കെ നമുക്ക് വേഗം അതിനകത്ത് കയറിയിരിക്കാം ഗൈസ്. പൊളി. ഓക്കെ അവർ വന്ന് സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് വരണം തോന്നി. ഓക്കെ വരൂ എന്തൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ വാരി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ചേച്ചി ആദ്യം തന്നെ വന്നിട്ടുണ്ട് മോനെ പൊളി. നമുക്കിങ്ങനെ ഇതിങ്ങനെ എടുക്കണം തോന്നി. ഓക്കെ ഇത് മൊത്തം ഇങ്ങനെ എടുത്ത് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ പൈസ വന്നിട്ടുണ്ട്. ഈ ചേഞ്ച് കൊടുക്കണം ഗൈസ്. അടിപൊളി ചേഞ്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ നമ്മളിങ്ങനെ പൈസയൊക്കെ കൊടുക്കണം ഗൈസ്. പൊളി ഓക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ ചേഞ്ചൊക്കെ നമ്മൾ കൊടുക്കണം ഗൈസ്. പക്ഷെ കാർഡാ മേടിക്കുന്നെങ്കിൽ ചേഞ്ച് കൊടുക്കണ്ട, അതാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. കാർഡാ മേടിക്കുന്ന നമ്മൾ പൈസ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ പോലെ ചേഞ്ച് കൊടുക്കണ്ട. ഓക്കെ ഗൈസ് നമുക്കിനി ഇപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മോർണിംഗിലേക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. അടിപൊളി. അപ്പം നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ സാധനവും തീർന്നു പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ പെട്ടെന്ന് നമുക്ക് ഇത് ഷോപ്പ് ക്ലോസ് ആക്കാം. എന്നിട്ട് നമുക്ക് നേരെ എന്താ പറയുക, നമ്മുടെ സാധനങ്ങൾ ഓർഡർ ചെയ്യണം ഗൈസ്. അതെങ്ങനെ ഓർഡർ ചെയ്യുന്നത്? ഇവിടെ വരുമില്ലല്ലോ. ഓക്കെ നമ്മൾ ഇവിടെ ഈ PCയിൽ നമ്മൾ സാധനമൊക്കെ ബുക്ക് ചെയ്യണം. ഓക്കെ $4 ഉള്ളൂ ഈ ഒരു സാധനത്തിനൊക്കെ. 12 കിട്ടുന്ന സമയത്ത് അത് നല്ലത്. നമുക്കിപ്പോൾ $161 ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ 4 2 ഡോളർ കൊടുത്തിട്ട് നമുക്ക് ഈ സാധനമൊക്കെ മേടിക്കാം. നമ്മൾ എല്ലാം എന്താ പറയുക, താഴോട്ടുള്ള ലോക്കാണ്. അത് ഇത് കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ നമുക്ക്. ഓക്കെ 25 നമുക്ക് ഇത് കിട്ടുന്നെല്ലാം മേടിക്കാം ഗൈസ്. അതാണ് 55 പൈസ നമ്മൾ നോക്കണ്ടേ. നമ്മൾ ഇത്ര പൈസ ഉണ്ട്, കുഴപ്പമില്ല, അതുകൊണ്ട് സീനില്ല. ഓർഡർ ചെയ്തൊക്കെ ഗൈസ്. ഓക്കെ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓർഡർ കംപ്ലീറ്റഡ് ആണെന്ന് പറയുന്നത്. സാധനം ഇപ്പോൾ വരുമായിരിക്കും ഗൈസ്. പുറത്തായിരിക്കും വരുന്നത് മിക്കവാറും. ഇവിടെ ആയിരിക്കണമല്ലോ വരുന്നത്. ഡെലിവർ ആയെന്ന് പറയുന്നുണ്ട്. അടിപൊളി. ഓക്കെ കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ സ്കിപ്പടി മറ്റേ പോലെ ആട് വരും. ഓക്കെ ഇത് ഇവിടെ പിന്നെ എന്തോ വന്നല്ലോ ഇന്ന്. ഓക്കെ അവിടെ അടുത്ത ബോക്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തെല്ലാം വരുവാണ് ഗൈസ്. എനിക്കിത് ഇവിടെ എന്തെങ്കിലും പ്ലേസ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ എല്ലാം വെച്ചേക്കാം ഗൈസ്. ഓക്കെ അടിപൊളി. ബോക്സ് കൊണ്ടേ കളയാം. ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഇതാണ് ഓയിൽ എന്തോ കുപ്പിക്കകത്ത് ഓയിൽ എന്തോ ഗൈസ്. നമുക്കിവിടെ ഇതാക്കാം ഗൈസ്. ഓക്കെ പ്ലീസ്. ഓക്കെ മൊത്തം വെച്ചിട്ടുണ്ട്. അടിപൊളി. പിന്നെന്താണ് ഗൈസ്. ഓക്കെ കുറച്ച് സാധനം 4 ബാക്കി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ വെച്ചാലോ? ഓക്കെ ഇവിടെ വെക്കാം ഗൈസ്. ഓക്കെ നമുക്കിതിനകത്ത് സാധനങ്ങളുടെ പ്രൈസൊക്കെ കൂട്ടാൻ പറ്റും ഗൈസ്. ഓക്കെ ഇങ്ങനെ കൂട്ടാൻ പറ്റും കേട്ടോ. മാർക്കറ്റ് പ്രൈസ് $8 മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതിനേക്കാൾ കൂട്ടി വെക്കാം. നമുക്ക് ലാഭം വേണം ഗൈസ്. അതാണല്ലോ ഗെയിമിൻ്റെ ഷോപ്പ് നടത്തുമ്പോൾ അതാണല്ലോ ഗൈസ് മെയിൻ. ഓക്കെ അപ്പം 8 നിന്ന് കൂട്ടി ഒരു 10 വെച്ചാൽ ഗൈസ് 10 ഇരിക്കുമെന്ന് നോക്കാം. ഓക്കെ 10 വെക്കാം നമുക്ക്. ആൾക്കാർ 10 9 വെക്കാം. ഓക്കെ സെറ്റ്. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റുമല്ലേ? ഓക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റും കേട്ടോ ഗൈസ്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. അതിന് മുമ്പ് നമുക്കിവിടെ എല്ലാം കൊടുത്ത് തീർക്കാം. പൈസയൊക്കെ മേടിക്കാം ഗൈസ് എല്ലാവരുടെ കയ്യിൽ നിന്നും.
എല്ലാം ചേഞ്ചും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് കുറേ മേടിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ മേടിക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല ഇതാണ്. നമുക്കിപ്പോൾ $205 ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാ സാധനവും മേടിച്ച് വെച്ചേക്കാം. പൈസ തരൂ. ഓക്കെ, ചേഞ്ച് 75 70 ആക്കാം. 5 കൊടുക്കാം. ഓക്കെ, യെസ്. ഓക്കെ, ഡോറൊന്നും തുറക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ലെവൽ അൺലോക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ആൾക്കാർ പുള്ളിക്കാരനെ ഇറങ്ങിപ്പോന്നേ. ഗൈസ്, പ്രൈസ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ചും കൂടെ എല്ലാ സാധനങ്ങൾക്കും പ്രൈസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടിരുന്നു തോന്നുന്നു. പുള്ളി പോയി. ഓക്കെ, മേടിക്കുന്നുണ്ടോ ഡീസ്? ആൾക്കാർ മേടിക്കുന്നൊക്കെ ഉണ്ട്. മേടിക്കുന്ന ആൾക്കാർ മേടിച്ചാൽ മതി. ഓക്കെ, ആരും പോകത്തൊന്നുമില്ലെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, നമുക്ക് എല്ലാം വിൽക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഗൈസ്. അതൊരു നല്ല കാര്യമാണ്. കാരണം സാധാരണ പ്രൈസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആരും വരാത്ത രീതിയിലൊക്കെ ആയിപ്പോൾ. പക്ഷേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, മേടിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അല്ല, കുറേ പേര് പോകുന്നുണ്ട്. പോകുന്നവരൊക്കെ പോട്ടെ എന്ന് പറയും. പോകുന്നവരൊക്കെ പോട്ട്. കണ്ടോ, അവർക്ക് പൈസ കൂടുതലാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ആരെയൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, $404 പൊളി ഗൈസ്, അടിപൊളി, വലിയ കാര്യമാണ് ഗൈസ്. പിന്നെ ഈ ഒരു ഗെയിം ഇനിയും തുടർന്നോ ഇങ്ങനത്തെ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ ഇനിയും ഈ ഒരു ഗെയിമില്ലേ ഇപ്പോൾ ഈ കളിക്കുന്ന ഗെയിം അടുത്തത് വേണമെന്ന് നിങ്ങൾ പറയും. ഇത് സെക്കൻഡ് പാർട്ട് ഇടാൻ മാത്രമൊന്നും ഇല്ലെന്ന് തോന്നി. പിന്നെ നമ്മുടെ തിയേറ്ററിൻ്റെ വേണമെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ടും കാര്യങ്ങളൊക്കെ ഇടാം ഗൈസ്. ഇതിൻ്റെ അങ്ങനെ സെക്കൻഡ് പാർട്ടും കാര്യം ഇടാനൊന്നും പ്രത്യേകിച്ച് ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വേറെ ഇങ്ങനത്തെ പ്ലേ സ്റ്റോർ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഗെയിം എന്താ പറയുക കളിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. ഇങ്ങനത്തെ പ്ലേ സ്റ്റോറിലുള്ള അങ്ങനത്തെ ടൈപ്പ് സിമുലേറ്റർ ടൈപ്പ് ഗെയിമൊക്കെ കളിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറിങ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. മാക്സിമം ഞാൻ ലോങ് ആക്കാതിരിക്കാൻ നോക്കണം, നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഗൈസ് മാക്സിമം ഷെയർ ചെയ്യേസ്. ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്യേസ്. ഒരു പറ്റു ഗൈസ്, എല്ലാവർക്കും ഷെയർ ചെയ്യേസ്. 100 ലൈക്കെങ്കിലും പ്ലീസ് തരുകയും. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യേസ്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ് ചെയ്യാത്തവരും സബ് ചെയ്യേസ്. 100 സബ്ബാണ് എത്തിക്കേണ്ടത്. എല്ലാവരും സബ് ചെയ്യുക. ഓക്കെ, ബൈ.